ഒരു നിലക്കുമുള്ള മഹത്വമോ നാനാത്വമോ ഘടനയോ ഒന്നുമില്ലാത്തവൻ, ഇണയോ തുണയോ പങ്കാളികളോ സന്തതികളോ ഒന്നും തന്നെ ഇല്ലാത്തവൻ, സത്തയിലും ഗുണത്തിലും പ്രവർത്തനത്തിലുമെല്ലാം അവൻ ഏകനായിട്ടുള്ളവനാകുന്നു. അതാണ് ഖുൽ ഹുവല്ലാഹു അഹദിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുന്നത്. അവനെ ഏകനാണ്, അവൻ ഒരു നിലക്കും ഇണയായോ തുണയായോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത്. രണ്ടാമതായി കൊണ്ട് പറയുന്നത് അല്ലാഹു സമദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരാശ്രയനായിട്ടുള്ളവനാകുന്നു, സർവാശ്രയങ്ങളുടെയും യജമാനനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നതാണ്. ഈ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരാളെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു അല്ലാത്ത മറ്റ് മഖ്ലൂഖുകൾ ആരായാലും അവർക്കെല്ലാം സർവ്വതിനെയും ആശ്രയിക്കേണ്ടിയിരിക്കുന്നു, സഹജീവികളെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു, മനുഷ്യരെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. മറ്റുള്ള ആളുകളെ ഒക്കെയും കൊണ്ടായിരിക്കും ഓരോ മനുഷ്യനും ഈ ഭൂമുഖത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് സൃഷ്ടിജാലങ്ങളുമെല്ലാം ഓരോ ആളുകളെയും ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരാളെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പരിചയപ്പെടുത്തുന്നത്. എല്ലാവരും അല്ലാഹുവിലേക്ക് ആശ്രയിച്ചുകൊണ്ട് അല്ലാഹുവിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. നമ്മുടെ ഇവിടുത്തെ ആയുസ്, നമ്മുടെ ഇവിടുത്തെ ജനനം, നമ്മുടെ ഇവിടുത്തെ വായു, നമ്മൾ കുടിക്കുന്ന വെള്ളം എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആശ്രയിച്ചുകൊണ്ടാണ് ഓരോ മനുഷ്യരും. അല്ലാഹുവില്ല എന്ന് പറയുന്ന മനുഷ്യർ പോലും അല്ലാഹുവിനെ ആശ്രയിച്ചുകൊണ്ടാണ് ഈ ഭൂമുഖത്ത് ജീവിക്കുന്നത് എന്നുള്ളതാണ്. പിന്നീട് അല്ലാഹു തആല പറയുന്നത് ലം യലിദ് വലം യൂലദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സന്താനത്തെ ജനിപ്പിച്ചിട്ടില്ല, അവനൊരു സന്താനമായി ജനിച്ചുണ്ടായതുമല്ല എന്ന് അല്ലാഹു തആല വളരെ വ്യക്തമായി കൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ഭൂമുഖത്തുള്ള സൃഷ്ടി ജീവജാലങ്ങളെല്ലാം സകലതും മനുഷ്യരുൾപ്പെടെയുള്ള എല്ലാവരും അത് ഒരു ഉമ്മയുടെയും ഒരു ഉപ്പയുടെയും മകനായി ജനിച്ചതാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് നമ്മൾ മറ്റുള്ള ആളുകളുടെ ഉമ്മയാണ് ഉപ്പയാണ്, അങ്ങനെയുള്ള ജനിച്ചുണ്ടായതോ ജനിപ്പിച്ചതോ ആയിട്ടുള്ള ആളുകളാണ് നാം ഓരോരുത്തരും എന്നുള്ളത് നമുക്ക് അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. ഈ ഭൂമുഖത്തെ സൃഷ്ടിജാലങ്ങളെല്ലാം ആ നിലക്കാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ജനിച്ചുണ്ടായതോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ജനിപ്പിച്ചതോ അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്താനമായിക്കൊണ്ട് ഒരാളെയും ജനിപ്പിച്ചിട്ടില്ല എന്ന് അല്ലാഹു തആല വ്യക്തമായിക്കൊണ്ട് ഇവിടെ നമ്മോട് ഉണർത്തുകയാണ്. നാം ആലോചിക്കേണ്ടത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് കടന്നു വരുമ്പോൾ ഖുറൈശികൾക്കൊരു വാദമുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ പെൺമക്കളാകുന്നു മലായിക്കത്തുകൾ എന്നുള്ള വാദക്കാരായിരുന്നു മക്കയിലെ ഖുറൈശികൾ. ഈ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ അവർ പറയുന്ന ആ വാദത്തിന് തടയിടുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നസ്രാണികളായ ആളുകൾ വാദിച്ചിരുന്നു മസീഹ് ഇബ്നുല്ലാഹ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല എടുത്തു കൊടുക്കുന്നു ഈസാ അലൈഹിസ്സലാം, മസീഹ് ഈസാ അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പുത്രനാണ് എന്ന് നസ്രാണികൾ വാദിച്ചിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിനെയെല്ലാം ഗണ്ണിച്ചുകൊണ്ടാണ് അല്ലാഹു തആല ഇവിടെ പറയുന്നത് ലം യലിദ് വലം യൂലദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിലക്കും ജനിച്ചുണ്ടായതോ അല്ലെങ്കിൽ അല്ലാഹു തആല ഒരു സന്താനത്തെ ജനിപ്പിച്ചിട്ടുമില്ല, സന്താനമായി ജനിച്ചിട്ടുമില്ല എന്നുള്ളതാണ്. എന്നിട്ട് ആ സൂറത്തുൽ ഇഖ്ലാസ് അല്ലാഹു തആല അവസാനിപ്പിക്കുന്നത് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുവിന് തുല്യമായി കൊണ്ട് ഒരാളും തന്നെയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വചനം സൂറത്തുൽ ഇഖ്ലാസ് അവസാനിപ്പിക്കുന്നത്. ഈ സൂറത്തിന്റെ സവിശേഷത ഇത് തന്നെയാണ്, ഇഖ്ലാസ്, കളങ്കമില്ലാത്ത തൗഹീദ്. ഒരു വിശ്വാസി ആരാണ് അല്ലാഹു എന്ന് ചോദിക്കുമ്പോൾ ഒരു വിശ്വാസി പറഞ്ഞു കൊടുക്കേണ്ടതാണ് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് കളങ്കമില്ലാത്ത തൗഹീദ് പറഞ്ഞു കൊടുക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടവരാകുന്നു
വിശ്വാസികൾ എന്നുള്ളതാണ് ഇതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത തൗഹീദിന്റെ മൊത്തഖണ്ഡം ഈ സൂറത്തിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സൂറത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിനെ വിശുദ്ധ ഖുർആനിന്റെ 1/3 പരിചയപ്പെടുത്തിയിട്ടുള്ളത്. കാരണം വിശുദ്ധ ഖുർആന്റെ 1/3 ഭാഗവും അല്ലാഹുവിനെ കുറിച്ച്, അല്ലാഹുവിന്റെ ഏകത്വത്തെ കുറിച്ച് പരിചയപ്പെടുത്തുവാൻ വേണ്ടിയുള്ളതാണ്. ഒരു വിശ്വാസി എന്ന നിലയിൽ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഏകനായി അംഗീകരിക്കുന്ന വിശ്വാസി എന്ന നിലയിൽ ഇതെല്ലാം നമ്മൾ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായി കൊണ്ട് അംഗീകരിക്കേണ്ട കാര്യമാകുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഇടയിൽ പല നിലക്കുമുള്ള നാനാവിഭാഗം ആളുകൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. പല നിലക്കും അല്ലാഹുവിൽ വിശ്വസിക്കാത്തവർ, പല ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവർ, അല്ലാഹുവിന് സന്താനമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ, പല നിലയിലുമുള്ള വിശ്വാസക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ ആളുകളോടൊക്കെ വിശ്വാസികൾ സ്വീകരിക്കേണ്ട സമീപനം എന്താണ്? വിശ്വാസികൾ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? വിശ്വാസികൾ അവരുടെ വിശ്വാസത്തിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടല്ല അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ടത്. മറിച്ച് ആ ആളുകൾ അംഗീകരിക്കുകയും മറ്റുള്ള മതസ്ഥർ ആരാധിക്കുകയും മറ്റുള്ള മതസ്ഥർ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന അവരുടെ ആരാധനമൂർത്തികളെ, അവർ ആദരിച്ചു പോരുന്ന അവരുടെ പുരോഹിതന്മാരെ, അതേപോലെയുള്ള വസ്തുക്കളെ എല്ലാറ്റിനെയും ഒരു വിശ്വാസികൾ ഒരിക്കലും നിന്ദിക്കുവാൻ പാടില്ല. മറിച്ച് വിശ്വാസികളുടെ വിശ്വാസം ഉയർത്തിപ്പിടിക്കുകയും മറ്റുള്ളവന്റെ ആരാധനകൾ നിർവഹിക്കുമ്പോൾ അവനത് നിർവഹിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് മനസ്സിലാക്കി അതിനെ ബഹുമാനിക്കുകയും ചെയ്യേണ്ടവരാകുന്ന വിശ്വാസികൾ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു നിലക്കും ഏതെങ്കിലും വിട്ടുവീഴ്ച നടത്തിക്കൊണ്ടുള്ള ഒരു ജീവിതമോ ഒരു അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടുള്ള ഒരു വിശ്വാസമോ ആവരുത് ഒരു വിശ്വാസിയുടെ ജീവിതം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇഖ്ലാസിലൂടെ ഒരു പാഠം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ സൂറത്തുൽ ഇഖ്ലാസിൽ സൂറത്തുൽ കാഫിറൂൻ അതിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നത് അതിറങ്ങുവാനുണ്ടായ ഒരു പശ്ചാത്തലമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഏകത്വം വിളംബരം ചെയ്ത് നബുവത്ത് ഏറ്റെടുത്ത് തന്റെ സമൂഹത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മക്കയിലെ മുശ്രിക്കുകൾ പല നിലക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർക്കുവാൻ വേണ്ടി ശ്രമിച്ചു. തങ്ങളാൽ കഴിയുന്ന വിധത്തിലൊക്കെ എതിർത്തുകൊണ്ടേയിരുന്നു. പരിഹസിച്ചു, കസ്സാബ് എന്ന് പറഞ്ഞു, സാഹിർ എന്ന് പറഞ്ഞു, ഊരുവിലക്കേർപ്പെടുത്തി, പല നിലയിലും ഒറ്റപ്പെടുത്തി. ആ നിലയിലെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്തെല്ലാം ചെയ്യുവാൻ കഴിയുമോ അതുപോലെയുള്ള പീഡനങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിക്കുകയുണ്ടായി. അവസാനം ഇതിനൊന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിലക്കും സമ്മതിക്കുന്നില്ല എന്ന് കാണുന്നു. പിന്നീട് പ്രവാചകന്റെ അടുക്കലേക്ക് വാഗ്ദാനങ്ങളുമായി പോകുന്നു. ഈ നാട്ടിലെ ഏറ്റവും സുന്ദരിയായ ഏറ്റവും ധനികയായ ഒരു പെണ്ണിനെ നിനക്ക് വിവാഹം ചെയ്തു തരാം, അതല്ലെങ്കിൽ ഈ നാട്ടിലെ ഞങ്ങളുടെ മുഴുവൻ സമ്പത്തുകളും നിന്റെ കയ്യിൽ ഏൽപ്പിക്കാം, ഈ നാടിന്റെ ഭരണം നിന്റെ കയ്യിൽ ഏൽപ്പിക്കാം, ഈ ആദർശത്തിൽ നിന്നും മാറി നിൽക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു. അതിനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറായില്ല. അങ്ങനെ ഇതിനൊന്നും തയ്യാറാകാതെ വന്ന സമയത്ത് വീണ്ടും മക്കയിലെ മുശ്രിക്കീങ്ങൾ ഇതിൽ നിന്നും പ്രവാചകനെ പിന്തിരിപ്പിക്കുവാൻ വേണ്ടി ഒരു അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി പ്രവാചകന്റെ സമീപത്തേക്ക് കടന്നു ചെല്ലുകയാണ്. പ്രവാചകന്റെ അടുത്ത് പോകുന്നു, പ്രവാചകനോടൊപ്പം ഇരിക്കുന്നു, ചർച്ച ചെയ്യുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞ കാര്യം, ഞങ്ങൾ ആരാധിച്ചു പോരുന്ന വസ്തുക്കളുണ്ട്, ഞങ്ങൾ ഇവിടെ നടത്തി പോകുന്ന ഉത്സവങ്ങളുണ്ട്, ഞങ്ങൾ ഇവിടെ നടത്തുന്ന ഞങ്ങളുടെ ആരാധനയുടെ ഭാഗമായി ഞങ്ങൾ നടത്തുന്ന ആഘോഷങ്ങളുണ്ട്. ആ ആഘോഷങ്ങളിലും ആ ആരാധനയിലും അത്തരത്തിലുള്ള ആരാധനമൂർത്തികളെ ആരാധിക്കുന്നതിലും ഒരു വർഷം നിങ്ങൾ ഞങ്ങളോടൊപ്പം കൂടി നിൽക്കുക, ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുക. ലാത്തയെ, ഉസ്സയെ, മനാത്തയെ ആരാധിക്കുന്നതിൽ, അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നതിൽ, അവർക്ക് അവരുടെ ആരാധനയുടെ ഭാഗമായിട്ടുള്ള ആഘോഷങ്ങളിലൊക്കെയും ഒരു വർഷക്കാലം പ്രവാചകരെ മുഹമ്മദേ നീ ഞങ്ങളോടൊപ്പം ഒരു വർഷക്കാലം നിൽക്കുക. പിറ്റേ വർഷം നിന്നെ മാത്രം നീ ഇവിടെ പ്രബോധനം ചെയ്യുന്ന കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് നിന്റെ ദീനിൽ ഞങ്ങൾ നിന്നുകൊള്ളാം, അല്ലാഹുവിനെ മാത്രമായി ഒരു വർഷക്കാലം ഞങ്ങൾ ആരാധിച്ചു കൊള്ളാം. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ശ്രമത്തിന് വേണ്ടി മക്കയിലെ മുശ്രിക്കീങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് ചെല്ലുകയാണ്. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മറുപടിയായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കാഫിറൂൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുന്നത്.
ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, പ്രവാചകരെ പറയണം, യാ അയ്യുഹൽ കാഫിറൂൻ, അവിശ്വാസികളായ ആളുകളെ, അല്ലയോ അവിശ്വാസികളായ ആളുകളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല, വലാ അൻതും ആബിദൂന മാ അഅ്ബുദു, ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നവരല്ല, വലാ അന ആബിദും മാ അബത്തും, നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ, നിങ്ങളുടെ ആരാധനമൂർത്തികളെ, നിങ്ങളുടെ ആരാധന ഞാൻ ആരാധിക്കുന്നവരല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപിക്കാനായിക്കൊണ്ട് വീണ്ടും പറയുന്നു, വലാ അൻതും ആബിദൂന മാ അഅ്ബുദു, ഞാൻ ആരാധിച്ചു വരുന്നതിനെ നീയും നിങ്ങളും ആരാധിക്കുന്നവരല്ല എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അവസാനിപ്പിക്കുന്നത് ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിലാണ് ഒരു അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി, ആരാധനയുടെ കാര്യത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി, കുറെ കാലം നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കാം, നീ ആരാധിക്കുന്നതിനെ ഞങ്ങളും ആരാധിക്കാം, അങ്ങനെയുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി മക്കയിലെ മുശ്രിക്കീങ്ങൾ വിശ്വാസത്തിൽ ഒരു മായം കലർത്തിക്കൊണ്ട്, വിശ്വാസത്തിൽ ഒരു കലർപ്പുണ്ടാക്കിക്കൊണ്ട് ഒരു വർഷക്കാലമോ കുറെ വർഷക്കാലമോ കുറെ കാലമോ ഏതെങ്കിലും നിലയിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ നമുക്ക് നീങ്ങാം എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പേരിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിനെ, ആരാധനയുടെ പേരിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിനെ മക്കയിലെ മുശ്രിക്കീങ്ങൾ വന്ന സമയത്താണ് അല്ലാഹു തആല ഈ വചനങ്ങൾ ഇറക്കുന്നത്. അങ്ങനെ അഡ്ജസ്റ്റ്മെന്റിന് ആളുകൾ വരുന്ന സമയത്ത് ആ ആളുകളോട് പറയേണ്ട കാര്യമാണ് എന്ത്? ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. ഇത് ഈ ആയത്ത് പ്രബോധനത്തിന് തടസ്സമായിക്കൊണ്ടുള്ള ഒരു കാര്യമല്ല. മറ്റുള്ളവരുടെ ആരാധനകൾ ആരാധിച്ചോട്ടെ, നമ്മൾ എന്തിന് അവരോട് പറയണം? നമ്മൾ എന്തിന് നമ്മുടെ കാര്യങ്ങൾ പറയണം? നമുക്ക് നമ്മുടെ കാര്യവുമായിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോയാൽ പോരെ എന്ന് പറയാൻ വേണ്ടി ചില ആളുകൾ ഈ ആയത്തിന് ദുർവ്യാഖ്യാനിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒന്നല്ല, മറിച്ച് പ്രബോധനം മാറ്റിവെച്ചുകൊണ്ടുള്ള ഒന്നല്ല. പ്രബോധന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതോടൊപ്പം ആ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് തടസ്സമായിക്കൊണ്ട് ആരാധനയുടെ കാര്യത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിനെ, ഒരു നീക്കുപോക്കിനെ തയ്യാറാകുമോ എന്ന് ചോദിച്ചന്വേഷിച്ച് വന്ന സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ പ്രഖ്യാപനം പ്രഖ്യാപിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് ബഹുസ്വര സമൂഹമുള്ള ഒരു സമൂഹം ജീവിക്കുന്ന ഒരു മണ്ണാണ്. ഈ രാജ്യത്ത് പല നിലക്കുമുള്ള പല വിശ്വാസികളും പല മതവിശ്വാസികളും ജീവിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്ന സമയത്ത് പ്രവാചകന്റെ ഭരണത്തിന് കീഴിൽ അവിടെയുള്ള നസ്രാണികളും അവിടെയുള്ള യഹൂദികളും ജീവിച്ചിരുന്നതായി ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ബഹുസ്വര സമൂഹത്തിൽ ആളുകൾ ജീവിക്കുന്ന സമയത്ത് ഓരോ ആളുകൾക്കും ഓരോ ആളുകളുടെ ആരാധന രീതികൾ ഉണ്ടാകും, ഓരോ ആളുകളുടെ വിശ്വാസ സംഹിതകൾ ഉണ്ടാകും. അതേപോലെ തന്നെ നമുക്ക് നമ്മുടേതായ വിശ്വാസ സംഹിതകൾ ഉണ്ടാകും. ഓരോ ആളുകൾ അവരുടെ ഒക്കെ ആരാധനകളുടെ ഭാഗമായി പല നിലക്കുമുള്ള ആഘോഷങ്ങൾ ആഘോഷിക്കുന്നുണ്ടാകും. ആ ആഘോഷങ്ങളിൽ വിശ്വാസികൾ സ്വീകരിക്കേണ്ട സമീപനം എന്താണ്? ആ ആഘോഷങ്ങളിൽ വിശ്വാസികൾ ഉൾക്കൊള്ളേണ്ട നിലപാട് എന്താണ്? വിശ്വാസികൾ സ്വീകരിക്കേണ്ട നിലപാട് എന്തായിരിക്കണം? പ്രിയപ്പെട്ടവരെ, നാം ആലോചിക്കേണ്ടത് എല്ലാ സമൂഹങ്ങളെയും നമ്മൾ ഉൾക്കൊള്ളണം, എല്ലാവരെയും ആദരവോട് കൂടി കാണണം. അയൽവാസിയായ നസ്രാണിയാണോ അയൽവാസിയായ യഹൂദിയാണോ എന്ന് പോലും നോക്കാതെ അയൽവാസിക്ക് നിങ്ങളുടെ വീട്ടിൽ പ്രത്യേക വിഭവം ഉണ്ടാക്കുമ്പോൾ ആ അയൽവാസിക്ക് ഭക്ഷണം നൽകണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ് നമ്മൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണശയ്യയിൽ കിടക്കുമ്പോൾ അവിടുത്തെ മരണത്തിന്റെ തലേ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ കഞ്ഞി വെച്ചത് അത് തൊട്ടടുത്ത അയൽവാസിയായ ജൂതന്റെ അടുക്കൽ പ്രവാചകന്റെ പണയം വെച്ച് കൊണ്ടുവന്ന ഗോതമ്പ് നുറുക്കുകൾ കൊണ്ടാണ് എന്ന ചരിത്രം കേവലം പഠിച്ചു പോകാനുള്ളതല്ല. അയൽവാസി ഏത് മതക്കാരനായാലും, കൂട്ടുകാരൻ ഏത് മതക്കാരനായാലും, സഹപ്രവർത്തകൻ ഏത് മതക്കാരനായാലും അവരെ ബഹുമാനിക്കുകയും അവരെ ആദരിക്കുകയും അവരോടൊപ്പം സംസാരിക്കുകയും അവരെ പ്രസന്ന മുഖത്തോടെ കാണുകയും ചെയ്യുക എന്നുള്ളത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിന്റെ ഭാഗമായി കൊണ്ട് വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാടാണ്. അതേപോലെയുള്ള വിശ്വാസികൾ വിശ്വാസത്തിന്റെ ഭാഗമായി കൊണ്ട് സ്വീകരിക്കേണ്ട നിലപാടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന് വിരുദ്ധമായി കൊണ്ട് ഏത് ആഘോഷങ്ങൾ ഉണ്ടായാലും ഏത് പ്രവർത്തനങ്ങൾ ഉണ്ടായാലും
അതിലേക്കൊന്നും ഞാനില്ല, അതിനോടൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്താൻ എനിക്കാവില്ല എന്ന് പ്രഖ്യാപിക്കുവാനും വിശ്വാസികൾക്ക് വിശ്വാസത്തിന്റെ ഭാഗമായിക്കൊണ്ട് കഴിയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മറിയമിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വഖാല ഇത്തഖദുർ റഹ്മാനു വലദ, അതാ പരമകാരുണ്യകനായ അല്ലാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. ലഖദ് ജിഅതും ശൈഅൻ ഇസ്സ, അതെ, അത് പറയുന്ന ആളുകൾ തീർച്ചയായും അവർ ചെയ്യുന്നത് വളരെ ഗൗരവകരമായിട്ടുള്ള കാര്യമാകുന്നു അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഗൗരവത്തെ അല്ലാഹു തആല തുറന്നുകൊണ്ട് പറയുന്നു, തകാദു സമാവാതു യതഫത്തർന മിൻഹു വതൻശഖൽ അർളു വതഖ്റുൽ ജിബാല ഹദ്ദാ, ആ പറഞ്ഞത് നിമിത്തം ആകാശങ്ങൾ പൊട്ടിപ്പിളരുകയും ഭൂമി വിണ്ടുകീറുകയും മലകൾ പൊട്ടിത്തെറിച്ച് വീഴുകയും ചെയ്യുമാറ് അത്രയും ഗൗരവമുള്ള വിഷയമാണ്. ഇൻ ദഅഉ ലിർറഹ്മാനി വലദ, പരമകാരുണ്യകനായ അല്ലാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് വാദിക്കുന്നതിന്റെ ഗൗരവം അത്രമേൽ ഗൗരവമാണ് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മറിയമിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരത്തിലുള്ള വിശ്വാസം വിശ്വസിക്കുന്നവർ നമ്മുടെ സമൂഹത്തിന്റെ ഇടയിലുണ്ട്. ആ വിശ്വാസികൾ അവരുടെ ഈ വിശ്വാസത്തിന്റെ ഭാഗമായി പല നിലക്കുമുള്ള ആഘോഷങ്ങൾ ആഘോഷിക്കും. അവരത് ആഘോഷിക്കട്ടെ, നമ്മൾ അത് നോക്കിക്കണ്ടാൽ മതി. നമ്മൾ അതിന്റെ സംഘാടകരാകാൻ, നമ്മൾ അതിന്റെ നടത്തിപ്പുകാരാകാൻ, നമ്മൾ അതിന്റെ കൂടക്കൂടികളാകാൻ വിശ്വാസി സമൂഹം അതിനെ തയ്യാറാകരുത്, അല്ലെങ്കിൽ അത്തരത്തിലാവരുത് എന്നുള്ളതാണ്. നമ്മുടെ ആദർശം പറഞ്ഞു കൊടുത്താൽ, നമ്മുടെ വിശ്വാസം ഇതിന് എതിരാണ് എന്ന് വളരെ മാന്യമായി, വളരെ സൗമ്യമായി നമ്മുടെ സഹോദര മതസ്ഥരോട് പറഞ്ഞു കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ നമുക്കൊക്കെ അത് പറയാനൊരു പേടിയാണ്, നമുക്കൊക്കെ പറയാനൊരു മടിയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ അത്തരത്തിൽ മടിക്കുന്നത്? എന്നെ അവൻ തീവ്രവാദിയാക്കുമോ, എന്നെ അവൻ വർഗീയവാദിയാക്കുമോ എന്നൊക്കെയുള്ള ഭയവും പേടിയുമാണ് പല നിലയിലും നമ്മുടെ മനസ്സുകളെയൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ തയ്യാറാക്കാത്തത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക, നമ്മൾ മനസ്സിലാക്കുക. ഇന്ന് നമ്മുടെ ഈ സമൂഹത്തിൽ, നമ്മുടെ ഈ കേരളക്കരയിൽ ഹൈന്ദവ സഹോദരങ്ങൾ അവരുടെ ആരാധനയുടെ ഭാഗമായിക്കൊണ്ട് ശബരിമലക്ക് യാത്ര നടത്തുകയാണ്. അതേപോലെ അവിടെ പോയി അവിടുത്തെ ആരാധനമൂർത്തികളെ ആരാധിക്കുന്നു. അതിന് മുന്നോടിയായിക്കൊണ്ട് അവർ നോയമ്പുകാലം അനുഷ്ഠിക്കുന്നു. ആ കാലത്ത് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് സൽക്കരിച്ചാൽ, നമ്മൾ നമ്മുടെ വീട്ടിൽ മാംസവിഭവങ്ങൾ വെച്ച് സൽക്കരിച്ചാൽ അവൻ വരാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവൻ ക്ഷണിച്ചാൽ അവൻ വരാതിരിക്കും, അവൻ നോമ്പാണ്, മാലയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ മുഖത്ത് നോക്കി നമ്മൾ നീ എന്തൊരു വർഗീയവാദിയാണ്, നീ എന്തൊരു തീവ്രവാദിയാണ് എന്ന് നമ്മൾ പറയാറുണ്ടോ? ഇല്ല. അവന്റെ വിശ്വാസത്തെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നു, നമ്മൾ ബഹുമാനിക്കുന്നു, നമ്മൾ വകവെച്ചു കൊടുക്കുന്നു. ഇതുപോലെ നമ്മളും പറയണം, ഇതെന്റെ വിശ്വാസത്തിനെതിരാണ്. എന്റെ വിശ്വാസം എന്ന് പറയുന്നത് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്നുള്ളതാകുന്നു എന്റെ വിശ്വാസം. അതുകൊണ്ട് ലക്കും ദീനുക്കും വലിയ ദീൻ എന്നോടെ, സഹോദര്യത്തോടെ, കാരുണ്യത്തോടെ നമ്മുടെ സഹപ്രവർത്തകരോട്, സഹപാഠികളോട്, കൊളീഗ്സിനോട് പറയുവാൻ നമുക്ക് സാധിക്കണം. നാഥൻ അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅലാ സ്വഹാബത്തിഹി അജ്മഈൻ വബഅദ്. ഊസിക്കും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വെള്ളിയാഴ്ച ദിവസത്തിലെ ജുമഅയിലാണ് നാം ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. ഈ ദിവസത്തിന്റെ ഒരു പ്രത്യേകതയായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, വെള്ളിയാഴ്ച ദിവസത്തിൽ പ്രത്യേകമായൊരു സമയമുണ്ട്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ പ്രാർത്ഥനയ്ക്ക് പെടുന്നനെ ഉത്തരം നൽകുന്ന സമയമാണ് എന്നാണ്.
അത് വെള്ളിയാഴ്ച ദിവസത്തിലെ ഏത് സമയമാണ് എന്ന് കൃത്യമായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങൾ, വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ച് വെള്ളിയാഴ്ചയുടെ രാത്രി ആരംഭിക്കുമ്പോൾ വെള്ളിയാഴ്ചയുടെ ചന്ദ്രൻ ഉണരുന്ന സമയത്ത് അതുമുതൽ വെള്ളിയാഴ്ച പകലായി വെള്ളിയാഴ്ചയുടെ സൂര്യൻ അസ്തമിക്കുന്ന സമയം വരെയും നമുക്കതിനുള്ള സമയമുണ്ട്. ഈ സമയത്ത് പ്രാർത്ഥനകളെ അധികരിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ റബ്ബിനോട് നിരന്തരമായി കൊണ്ട് തേടുവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കൈവിട്ടുവോ എന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രാർത്ഥന, അല്ലാഹുവിലേക്കുള്ള പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് നമ്മൾ എത്ര കണ്ട് ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ളത് നാം ഓരോരുത്തരും സ്വയം ആലോചിക്കുക. റബ്ബു യളബു ഇൻ തറക്ത സുആലുഹു വബനിയ ആദമു ഹീന യസ്അലു യളബു. റബ്ബ് നമ്മോട് കോപിക്കുക റബ്ബിനോടുള്ള ചോദ്യങ്ങൾ നമ്മൾ അവസാനിപ്പിക്കുമ്പോഴാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് കോപിക്കുന്നത് റബ്ബിനോട് നിരന്തരമായിക്കൊണ്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടിമകളായ ആളുകൾ അവരെ നിങ്ങളോട് കോപിക്കുക അവരോട് നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നമ്മളോട് ഒരു വ്യക്തി ഒരേ കാര്യം ഒരുപാട് വട്ടം പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായി കോപമുണ്ടാകും, ദേഷ്യമുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരമായി അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുമ്പോൾ അള്ളാഹുവിനോട് നമ്മോടുള്ള ഇഷ്ടമുണ്ടാവുകയാണ് ചെയ്യാറുള്ളത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ എത്രയോ ചോദിച്ചു, ഞാൻ എത്രയോ ആവശ്യപ്പെട്ടു, റബ്ബ് എനിക്ക് നൽകിയില്ലല്ലോ എന്ന്. നമ്മൾ നിരന്തരമായി ചോദിച്ചു കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. അല്ലാഹു തആല 4 രൂപത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുമെന്നാണ്. ഒന്ന്, പെടുന്നനെ മറുപടി നൽകും. മറ്റൊന്ന്, മറ്റ് ഏതെങ്കിലും അവസരത്തേക്ക് അല്ലാഹു തആല മാറ്റിവെക്കും. മറ്റൊന്ന്, അപകടങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷപ്പെടുത്തും. നാലാമത്തത്, അല്ലാഹു തആല പരലോകത്തേക്ക് മാറ്റിവെക്കുമെന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഒരു വിശ്വാസത്തോടു കൂടിയായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. സക്കരിയ അലൈഹിസ്സലാം അവിടുന്ന് സന്താനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന, ഇബ്രാഹിം അലൈഹിസ്സലാം സന്താനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന, ഇവർക്കൊക്കെ സന്താനങ്ങളെ ലഭിക്കുമ്പോൾ ഇവരുടെയൊക്കെ പ്രായം, സന്താനങ്ങളുണ്ടായി, പേരക്കുട്ടികളുണ്ടായി, പേരക്കുട്ടികൾക്ക് കുട്ടികളുണ്ടാകേണ്ട പ്രായമാകുന്ന സമയത്ത് അത്രയും വാർദ്ധക്യത്തിലാണ് ഈ പ്രവാചകന്മാർക്കൊക്കെയും മക്കളുണ്ടായതെന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. ആ സമയം വരെയും പ്രതീക്ഷയോടുകൂടി റബ്ബിനോട് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഇല്ലാത്തത് അതാണ്. പ്രതീക്ഷയാണ് നമ്മുടെ പ്രാർത്ഥനകൾക്കില്ലാത്തത്. റബ്ബിനോടുള്ള പ്രതീക്ഷയോടുകൂടി നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ നല്ലൊരു വീട് ആഗ്രഹിക്കുന്നുണ്ട്, നമ്മൾ നല്ലൊരു കാർ ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊക്കെയും നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വിഭാവനം ചെയ്യുന്ന ഒരു ചിത്രമുണ്ട്. എൻ്റെ വീട് എങ്ങനെയായിരിക്കണം, അത് എത്ര സ്ക്വയർ ഫീറ്റ് ആയിരിക്കണം, അതിന് എത്ര നിലകളുണ്ടാകണം, അതിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടാകണം എന്നൊക്കെ നമ്മൾ മനസ്സുകളിൽ കാണും. എനിക്ക് ഏത് മോഡൽ കാർ വേണം, ഏത് കമ്പനിയുടെ കാർ വേണം, ആ കമ്പനിയുടെ ഏത് മോഡൽ വേണം, അതിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് വേണം എന്നൊക്കെ നമ്മൾ മനസ്സിൽ ഇങ്ങനെ വിഭാവനം ചെയ്യും ആഗ്രഹിക്കുമ്പോൾ. ഈ വിഭാവനം ചെയ്യുന്നത് റബ്ബിനോട് എടുത്തു പറഞ്ഞു ചോദിക്കുവാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കണം. അങ്ങനെ ചോദിക്കണം, നമ്മൾ അങ്ങനെ റബ്ബിനോട് ആവശ്യപ്പെടണം. നിരന്തരമായി റബ്ബിനോട് പ്രാർത്ഥിക്കുവാൻ, റബ്ബിനോടുള്ള പ്രാർത്ഥനയിൽ ഒരു മുടക്കവും വരുത്താതിരിക്കാൻ. നമസ്കാര ശേഷം എന്നല്ല, മറിച്ച് കിട്ടുന്ന അവസരങ്ങളിലൊക്കെയും. യാത്രക്കാരന്റെ പ്രാർത്ഥനയ്ക്ക് വലിയ സ്വീകാര്യതയാണ് റബ്ബിന്റെ അടുക്കൽ. നിരന്തരമായി ദിനേന എന്നോണം വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ. അവിടെ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. അത്തരത്തിലൊക്കെയുമുള്ള അവസരങ്ങളിലൊക്കെയും പ്രാർത്ഥിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തുക. നാഥൻ അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥനകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്തോ ഈ ലോകത്തോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുന്ന പ്രാർത്ഥനകളായി നമ്മുടെ പ്രാർത്ഥനകളെ റബ്ബ് സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ജീവിതാന്ത്യം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ അടിയുറച്ച് ജീവിക്കുവാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ജീവിക്കുവാൻ
റബ്ബേ നീ ഞങ്ങൾക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രബോധകരാകാൻ, അതിന്റെ ഭാഗമാകാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. മരണനേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കുന്ന വിശ്വാസികളിൽ നീ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, എല്ലാം അറിയുന്ന തമ്പുരാനെ, ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായും ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയ പാപികളാണ് നാഥാ ഞങ്ങൾ. ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളും നിന്റെ മഹത്തായ മഗ്ഫിറത്ത് കൊണ്ട്, നിന്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങൾക്കെല്ലാം പുറത്തുമാപ്പാക്കി തന്ന് അനുഗ്രഹിക്കണ റഹ്മാനെ. റബ്ബേ, ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിടുന്ന അവസരത്തിൽ റബ്ബേ നിന്നിൽ തവക്കുൽ ചെയ്ത് ജീവിക്കുവാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികളുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്, മാതാപിതാക്കളുണ്ട്, ഗുരുനാഥന്മാരുണ്ട്. പലരും ബർസഖിന്റെ ലോകത്താണ് റബ്ബേ. അവരുടെ ബർസഖിന്റെ ലോകം നീ വിശാലമാക്കി നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അവരുടെ ബർസഖിന്റെ ലോകം നീ പ്രകാശപൂരിതമാക്കി നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. സ്വർഗം കാണിച്ചുകൊണ്ട് നീ അവരെ കിടത്തി അനുഗ്രഹിക്കണ റഹ്മാനെ. നാളെ ഞങ്ങളും ബർസഖിന്റെ ലോകത്തിലേക്ക് യാത്ര തിരിക്കുമ്പോ ഞങ്ങളുടെ ബർസഖിന്റെ ലോകം അപ്രകാരം പ്രകാശപൂരിതമായ സ്വർഗത്തോപ്പാക്കി നീ മാറ്റി അനുഗ്രഹിക്കണ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا واجر والدينا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله على خير محمد والحمد لله رب العالمين. وسلام على المرسلين.